യോ സത്യം പറഞ്ഞാൽ ഇന്ന് വൈദ്യര് മരുന്നിനെങ്ങാണ്ട് പോയിരിക്കുക. എവിടെ പോയെന്നോ എന്തോന്ന് എനിക്കറിയത്തില്ല. അതിനു മുമ്പേ എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് ഒരു വീഡിയോ ചെയ്തങ്ങിടാം. ഫോൺ ഓണാക്കട്ടെ. അയ്യോ ഞാനോർത്ത് എൻ്റെ മുഖം വന്ന് ഞാൻ പേടിച്ചു പോയി. ഓക്കെ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഉഴിച്ചിലും പിഴിച്ചിലും എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ഗൈസ്, ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനൽ 25K ഫ്ലവേഴ്സ് ആയിരിക്കുകയാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് കമൻറ്റ് ഒക്കെ ചെയ്യണം. പക്ഷെ വേറൊരു കാര്യമാണ്, ഷെയർ ചെയ്യരുത്. കാണുന്നവർ കാണട്ടെ, വേണമെങ്കിൽ കാണട്ടെ. പിന്നെ വേറൊരു കാര്യം, ഞാനിവിടെ രഹസ്യമായ മരുന്നുകളുടെ കൂട്ടാണ് ഗായ്സുകളെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് ഞാനും ഈ മൊബൈലും നിങ്ങളും അല്ലാതെ നാലാമതൊരാൾ അറിയരുത്. സത്യം പറയും. പിന്നെ ഇന്ന് ഞാനൊരു പുതിയ പച്ചമരുന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. കണ്ടോ, ഇതിന്റെ പേരാണ് ശിവൻകുട്ടി. ശിവൻകുട്ടി പോലും കുറുന്തോട്ടി. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത ആഴ്ച കാണാം. ഗായ്സ് കേറി വാട മോനെ. കിട്ടുണ്ടിയേ, ഞാൻ വരുന്നതിന് മുമ്പ് നീ ആരെയാ ഇവിടെ വിളിച്ച് കയറ്റിയേ? ഞാൻ എന്റെ കൂട്ടുകാരനെ ഫോൺ ചെയ്യുമായിരുന്നു. നീ വെച്ച് വിളക്കിയായിരുന്നോ? വെച്ച് വിളക്കിയായിരുന്നോ? വിളക്ക് വെച്ചായിരുന്നോ? ഞാൻ എന്റെ കൈ കൊണ്ട് നടക്കുവാന്നോ, ഞാൻ അതോടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഉണ്ടോ? എനിക്ക് അതറിഞ്ഞാ മതി. അത് പോട്ടെ. വൈദ്യുതി ആടിന് രാവിലെ തീറ്റിക്ക് പോയില്ല, ഇപ്പോഴാണ് വരുന്നത്. ആടിന് തീറ്റയാന്നോടാ ഇത്? പിന്നെ എന്തോ എടാ, ഇത് പച്ചമരുന്നല്ലോടാ ഇത്. എന്റെ പൊന്നു വൈദ്യരെ, വേണ്ട ഈ കാലാവസ്ഥ കണ്ടോ? കണ്ടു. കോട്ടയം, കോഴിക്കോട് അവിടൊക്കെ ഇപ്പൊ ഓറഞ്ചാ. നീ പത്തനംതിട്ട വെടിക്കെട്ട് പേരക്കായ? അതല്ലെന്ന് മഴയുടെ കാര്യമാ പറഞ്ഞത്. മഴ അത് തോട്ട് കെട്ടിയാണെന്ന് ഞാൻ പറിച്ചു തരാം. അവിടെ ഈ മഴയായിട്ട് നിങ്ങൾ ഈ പോച്ച പറിക്കാൻ പോയി കഴിഞ്ഞാൽ കാലെ പാമ്പ് കൊത്തത്തില്ലേ? നീ എന്ത് പറഞ്ഞത്? എന്തോ നീ പറയുന്ന സാധനം എന്തോന്നറിയോ? പൊന്നുമോനെ, ഈ മരുന്നിന്റെ പേരാണ് ആടലോടകം. ഇതിന്റെ പേരാണ് സർപ്പസുഗന്ധി. ഇത് ചെറുകുള. അത് കള. ഇത് കളയാനോ? ഞാൻ കഷ്ടപ്പെട്ട് പറിച്ചോണ്ട് വരുവാ ഈ സാധനം. എടാ, ഈ മരുന്ന് എന്തോനുള്ള നിനക്കറിയാമോ? എന്തോന്നുള്ളതാ? എടാ, ഈ അതെന്തോ അസുഖത്തിനുള്ള നിനക്കറിയത്തില്ല. എനിക്കറിയത്തില്ല. അപ്പൊ പിന്നെ ഇതെന്തോ ഇല്ലേ ഇത്? ഇതിനകത്തെല്ലാം പിഴിഞ്ഞ് കേറ്റി ഞാൻ. അതുപോട്ടെ വൈദ്യരെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മരുന്നിനൊക്കെ കണക്കുണ്ടോ? പിന്നെ ഇതെല്ലാം കണക്കില്ലല്ലോടാ. അതൊക്കെ വേണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. നീ എത്ര വരെ പോയി? ഞാൻ 6 വരെ പോയി. ചൂണ്ടയിടാനോ? അല്ലെന്താ 6ാം ക്ലാസ് വരെ പോയെന്ന്. എടാ, അതൊന്നും പോരാ, നല്ല വിദ്യാഭ്യാസം വേണം. വൈദ്യര് ഉരുണ്ട് കളിക്കല്ലേ. എന്തുവാ? കഴിഞ്ഞ മാസം ഒരു 500 രൂപ തരാനുണ്ട് എനിക്ക് ഇങ്ങോട്ട്. അത് പറയുമ്പോ അങ്ങ് മറന്നു പോവല്ലയോ? എങ്ങനെ മറക്കും? ഞാൻ മറന്നു വരുമ്പോ നീ ഓർമ്മിപ്പിക്കും. അടുത്ത് മറക്കാനൊരു സമയം എന്താ? സകല സമയം നീ എനിക്കൊന്നതാ. ഞാനൊന്ന് ചോദിക്കട്ടെ, നിനക്ക് എന്തിനാ ഈ 500 രൂപ? ഇവിടെ ഉണ്ടാക്കുന്ന പച്ചമരുന്ന് മൊത്തം നീ തിന്നുന്നുണ്ട്. ഞാനിവിടെ വെക്കുന്ന ലേഖ്യം ഞാൻ തരുന്നത് കൂടെ കട്ടെടുത്ത് നീ തിന്നുക. അങ്ങനെയല്ലോടെ നീ നന്നായിരിക്കുന്നേ. ലേഖ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു ഇച്ചിരി ലേഖ്യം കൊണ്ടുവന്ന് അപ്പുറത്തെ രമണിക്ക് കൊണ്ട് കൊടുത്തതിന്റെ ബാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോ വൈദ്യരെന്തോ പറഞ്ഞത്, ഈ ലേഖ്യം ഇനിയും വേണ്ടാന്ന്. അങ്ങനെയാണോ ഞാൻ പറഞ്ഞേ? പിന്നെന്തുവാ പറഞ്ഞു? എടാ, ലേഖ്യം വേണ്ടെന്നല്ല പറഞ്ഞേ, രമണീയമായിട്ടുള്ള നിന്റെ ഈ ലോഹ്യം വേണ്ടെന്നല്ലയോ ഞാൻ പറഞ്ഞേ. ഇതിനകത്ത് എണ്ണ പോലും ഇല്ല, ഞാൻ എന്തോ ചെയ്യാനേക്കോ? അപ്പൊ ഞാൻ പറഞ്ഞു വിട്ട നീ എണ്ണ വാങ്ങിച്ചില്ല? ഞാൻ ആ കടയിലെല്ലാം പോയി തിരക്കി, അങ്ങനെ ഒരു എണ്ണയെ അവിടെ ഇല്ല. നീ എന്തോ ചോദിച്ചേ? ഞാൻ പറഞ്ഞു ശക്കില കാച്ചി എണ്ണ തരാൻ പറഞ്ഞു. ചക്കിലാട്ടിയതല്ല, ചക്കിലാട്ടി എണ്ണ മേടിച്ചോണ്ട് വരാനല്ലോ പറഞ്ഞേ. അത് തെളിച്ചു പറയണ്ടേ? 6:30 സകല മരുന്നിന്റെ പരിപാടിയും തീർക്കണം. അത് തീർക്കാം. കാരണം 7 മണിയാകുമ്പോ ഞാൻ മരുന്നിനൊരു പോക്ക് പോകും. ഞാനും ഉണ്ടേ. അത് പറയുമ്പോ നീ മുമ്പിലെടുത്ത് അങ്ങ് ചാടുമല്ലോ. അതിന് പേഷ്യന്റ് വരുന്നോ നോക്കണം കേട്ടോ. നോക്കാം. അതെങ്ങനാന്ന് പറ, കറ്റാർ വാഴ കൊണ്ടുവച്ചിട്ട് കൊല വെട്ടാൻ കാത്തിരുന്നോനാ. ഇവിടെയും കൂടെ ഉള്ളു എന്റെ തലവേന കാണിക്കാനൊക്കെ ഉണ്ട്. ഹലോ, ഇവിടെ വൈദ്യരുണ്ടോ? വൈദ്യര് ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഞാൻ രാവിലെ ഇച്ചിരി കഞ്ഞി കുടിച്ചിട്ട് നിൽക്കും. എന്തോ കാര്യം? എന്തുവാടാ? ആരാണ്ട് വന്ന് വൈദ്യരുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ കഴിച്ചിട്ട് എന്തുവാടാ? ഞാൻ നിങ്ങളുണ്ടോ എന്ന് ചോദിക്കാൻ വന്നയാണോ? ഇവിടെ ചികിത്സിക്കാൻ വൈദ്യരുണ്ടോ? ഉണ്ട്. ഞാൻ തലവേദനയ്ക്ക് വന്നേ ഇവിടെ. എന്നാ അത് പറ, ഇരിക്കേ. എന്തുവാ പേര്? എന്റെ സജി കണ്ടംപേരൂർ. എങ്ങനെയാ വന്നത്? ഞാൻ ഓട്ടോ വിളിച്ചു വന്ന്. ഓട്ടോ വിളിച്ചാന്നോ എല്ലാവർക്കും തലവേദന വരുന്നേ? തലവേദന എങ്ങനെ വന്നു എന്നാ ഞാൻ ചോദിച്ചേ. അത് കുട്ടിക്കാലം മുതലേ ഉണ്ട്. കുട്ടിക്കാനത്ത് എവിടാ? കുട്ടിക്കാനാന്നോ ഞാൻ പറഞ്ഞത്? കച്ചാനോന്നോ? കണ്ടംപേരൂരല്ലയോ? എനിക്ക് ഭ്രാന്ത് വരുന്നു സത്യം പറഞ്ഞു. ഭ്രാന്തിനുള്ള ഗുളിക ഉണ്ടെന്ന് ഇവിടെ. എന്റെ വൈദ്യരെ എന്നെ നിങ്ങൾ കളിപ്പാട്ടം ആക്കരുത് കേട്ടാ. കളിപ്പാട്ടത്തിൽ കാര്യം പറഞ്ഞപ്പോഴാ ഇന്നലെ ആ ടി വിയിലാ സിനിമ ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ കണ്ടതാ. സത്യം പറഞ്ഞ ഉർവശിയുടെ അവസ്ഥ കണ്ട്
ഒരുപാട് വിഷമിച്ച് ഞാൻ. നീ കണ്ടായിരുന്നു ആ പടം കണ്ടോ? അപ്പൊ ഞാനും കണ്ടേ അത്. പക്ഷെ ഞാൻ ലാസ്റ്റ് ഭാഗം കണ്ടില്ല. കണ്ടില്ലയോ? ഷോ അതിനകത്ത് ഉർവേഷിക്കണ്ടല്ലോ, മാരകമായിട്ട് അസുഖം വന്നങ്ങ് മരിച്ചു പോവാ. അശ്ശോ. ആ അത് കണ്ടോ? ഭാര്യ മരിച്ച ആ ഭർത്താവിന്റെ ഒരു അവസ്ഥ സത്യം പറഞ്ഞ ഒരു ഭയങ്കരമായി വല്ലാത്ത അവസ്ഥയായിരുന്നു. ഇപ്പൊ ആ പുള്ളിയെ ഈ വയലിൻ ഏതാണ്ട് വായിച്ച് അങ്ങനെ നടക്കുന്നു. ഊട്ടിയിലാ. ഇത് ആ കളിപ്പാട്ടമല്ല, മറ്റേ കളിപ്പാട്ടമാണ്. നീ എന്നെ പൊട്ടനാക്കാതെ റൂട്ട് മാറ്റിക്കൊണ്ട് വരുവാ ഞാൻ. അതിനിടെ കറി കുത്തിത്തിരിപ്പുണ്ടാക്കരുത്. നീ പോയി അതളക്ക്. ഞാൻ കേൾക്കുന്നുണ്ടേ. തലവേദനകളോട് മരുന്ന് പറഞ്ഞതാ. മരുന്ന് ഞാൻ പറഞ്ഞു തരാം. വീട്ടിൽ സപ്പോർട്ടൊക്കെ ഉണ്ടോ? തലവേദന വന്നിട്ട് 5 വർഷമായി, ഒരു സപ്പോർട്ടും ഇല്ല. അതല്ലേ ചോദിച്ചേ, സപ്പോർട്ടൊക്കെ അവിടെ തൈ ഉണ്ടോന്ന്? സപ്പോർട്ടൊക്കെ തൈ ഉണ്ടോന്ന് എനിക്കറിയാം. അതിനൊരു കായുണ്ട്. അല്ല, അപ്പൊ നീ അറിഞ്ഞു വെച്ചോണ്ട് എന്നെ നീ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? നിങ്ങളൊരു ഒറ്റമൂലി വല്ല ഉണ്ടെങ്കിൽ എനിക്കിത് പറഞ്ഞതാ. അതെല്ലാം സംഘടിപ്പിച്ചു തരാം. പക്ഷെ ഒരു കാര്യമാ, എന്തുവാ? തലയുടെ MRI സ്കാൻ ചെയ്ത ഒരു റിസൾട്ട് അത് ഏത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്നോ? പിന്നെ കണ്ടേ, നോക്കിയേ. കൊള്ളാം. എടാ, ഇത് വാതിൽ അടയ്ക്കാതാന്നോടാ ഈ സ്കാൻ ചെയ്തേ? അതെന്തുവാ? വന്നോന്റെ പോയോന്റെ എല്ലാം തല ഇതിനകത്തുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അവരെല്ലാം വന്നിട്ടുണ്ടോ? ഇല്ല. ഇതെവിടുന്നാ എടുത്തേ? അടൂരുന്ന്. ഇത് അവിടെ കൊണ്ട് കൊടുത്തിട്ടേ നിന്റെ തല എവിടാന്ന് വെച്ചാ അവിടെ ശരിയിട്ടുണ്ട്. എപ്പ വരാനാ? എന്നാ എന്റെ തലയെ കൊണ്ട് പോട്ടെ. തലവേദനക്കൊരു മരുന്ന് പറഞ്ഞതാ നിങ്ങള്. അല്ല, പിന്നെ ഒരു മരുന്നുണ്ടായിരുന്നല്ലോ, ജയമോദക വെള്ളം. ജയമോദകോ? ഐമോദകം ഇല്ലയോ? എടാ, മോദകൻ 2 എണ്ണം ഉണ്ട്. അവര് 2 പേര് എൻഷല ഐയും ജയും ആണോ? ഈ ഐമോദകം എന്ന് പറഞ്ഞാൽ ഞാൻ സുഖിയനാകുന്നു. അത് നിനക്ക് മതിയോ? അത് വേണ്ട. അപ്പൊ ജയമോദക വെള്ളം കുടിക്കണം. ആ മരുന്ന് തരണമെങ്കിൽ നീ 1000 രൂപ എനിക്ക് കൈനീട്ടം തരണം. ഇല്ല വൈദ്യരെ, ആദ്യം മരുന്ന് തരാം. അത് ഞാൻ പൈസ തരത്തില്ല. ഈ മരുന്നിന്റെ ഒരു വകുപ്പ് അതുകൊണ്ടാ പറയുന്നേ. ഇല്ല, ആദ്യം മരുന്ന് താ നിങ്ങള്. ഒരു കാര്യം ചെയ്, നിങ്ങടുത്ത് ആ മരുന്ന് ഇങ്ങടുത്ത്. ഇത് ദേ, ഇത് കുടിക്കണം. അത് ചാടിക്കറി പിടിക്കാതെ. പിന്നെ 2 കയ്യും മടങ്ങരുത്. മടങ്ങാതെ വേണം ഇത് കുടിക്കാൻ. പത്തിയുണ്ടോ? ഉണ്ട്. കനകച്ചിലങ്ക കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി. മതിയോടാ? ഞാൻ പത്യം പഠിക്കാൻ വന്നയാന്നോ? ഈ മരുന്ന് കഴിക്കുമ്പോ ഭക്ഷണക്രമം ഉണ്ടോന്നില്ല ഞാൻ ചോദിച്ചത്. ഉണ്ട്. ഇറച്ചി, മീന്, മുട്ട കഴിക്കണോ? കഴിക്കരുത്. എരി, പുളി, കാന്താരി കഴിക്കല്ലേ? കഴിക്കണം. പച്ചക്കപ്പ, മത്തിക്കറി കഴിക്കണോ? വേണ്ട, പൊരിഞ്ഞോണ്ട് പറഞ്ഞു. എനിക്ക് പത്യമില്ലല്ലോ. അതവിടെ നിക്കേ, ഞാൻ വരുവാ. അവൻ അവിടെ നിന്ന് കാട്ടുചേന പുഴുങ്ങുന്നു. കിട്ടുണ്ണി, എങ്ങനെയുണ്ട് നമ്മുടെ ഈ കൂട്ട്? നമ്മുടെ ഈ കൂട്ട് കാരണം എനിക്ക് വീട്ടിൽ പോലും കയറാൻ പറ്റത്തില്ല. അതാണോ ചോദിച്ചേ? നമ്മുടെ ഈ മരുന്നിന്റെ കൂട്ട് അങ്ങനെ ഉണ്ടെന്ന്. അതല്ലേ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നെ പൊന്നുമോനെ, ശരിക്കും ഇളക്കണേ, അടി പിടിക്കല്ലേ. അപ്പൊ അക്കാര്യത്തിൽ വൈദ്യൊക്കെ എന്നെ ഒട്ടും വിശ്വാസമില്ല. ഞാൻ അങ്ങനെ ചെയ്യുമോ? അതല്ല പറഞ്ഞേ, ഇത് ശരിക്കും ഇളക്കണം. ഇതിന് അടി പിടിക്കരുത്. ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുവാ. എന്തോ അത് കണ്ടോ? അയ്യോ, അമേരിക്കയിലൊരു ശില്പം ഇല്ലയോ, എന്തുവാ, ലിബർട്ടി ഓഫ് സ്റ്റാച്ചു. അതുപോലെ ഞാൻ ഒരു പണി കൊടുത്താ. അതോ? ഇപ്പൊ വരാം. അല്ലേ സജി, കുടിച്ചോ? മരുന്ന് വരുന്നില്ല. മരുന്ന് വരണമെങ്കിൽ ഇതിനകത്തുനിന്ന് വരണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ പണി തന്നെ അല്ലയോ? എന്നൊക്കെ മനസ്സിലായി. അത് പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. എന്തോ? ഈ മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിടിക്കുമെന്നുള്ളത്. പലയിടത്തും ഞാൻ മരുന്ന് കഴിച്ചു, ശരീരത്തിൽ പിടിക്കുന്നില്ല. ഇനി എന്റെ നാളിന്റെ വല്ല പ്രശ്നമാണോ? നാളിന്റെ വരില്ലേ കിട്ടുണ്ണി? നാളിന്റെ വരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ എന്തോ പൂരാടെ വായില്ല? എന്തോ നാളാ മകം കുംഭമോ? മൂലം എങ്ങനെ ഉണ്ട്? എനിക്കറിയത്തില്ല. എങ്ങനെ ഉണ്ടടാ? ഞാൻ എന്റെ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, രാത്രി കിടന്ന് ഉറങ്ങുമ്പോണ്ടല്ലോ ഞാൻ പേടിച്ച് ഞെട്ടി ഉണരോ, എന്തോ ചെയ്യാൻ പറ്റും? എന്നാ പിന്നെ ഉറങ്ങാതിരുന്നാ പോരെ? എടാ, അങ്ങനെ സംസാരിക്കും. പിന്നെന്തോ? എടാ, നീ ഒരു 20 രൂപ മുടക്കണം. മുടക്കുമ്പോ നിനക്ക് ഞാനൊരു ചരട് ജപിച്ച് അങ്ങോട്ട് കെട്ടിത്തരും. നിന്റെ പേടി അങ്ങ് മാറും. അപ്പൊ എനിക്ക് 20 രൂപയുടെ പേടിയേ ഉള്ളോ? ആര് പറഞ്ഞു? 10-400 രൂപയുടെ പേടി കിടക്കുക. കിട്ടുള്ളേ, അന്നാ പോട്ടെ, നമ്മുടെ പയ്യനല്ലയോ, പൈസ ഇല്ലാത്തവനല്ലേ, പിന്നെ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവന് എടാ നിനക്ക് കുത്തലോ? എനിക്ക് വേണ്ട, ഞാൻ വേറെ ഉള്ള കൊണ്ട് പൂച്ചോളാം. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, വാദത്തിന് എന്ത് ചെയ്യും? നല്ലൊരു വക്കീലിനെ കാണണം. അതാണോ ഞാൻ പറഞ്ഞത്? മുട്ടിന്റെ താഴോട്ട് വാദം, അത് മാറാൻ എന്തോ ചെയ്യണം? അത് പോത്തിറച്ചി കഴിക്കണം. ഇറച്ചി കഴിച്ചു, അങ്ങോട്ട് പോത്തില്ല. അതെങ്ങനെയാ കാണുന്നേ? ആ പോത്തിന്റെ ഇറച്ചിയല്ലേ നീ കഴിച്ചേ, പിന്നെ പോത്തില്ല. ഒന്നാമത്തെ കാര്യം, നല്ല ഭക്ഷണം വെച്ചാലും വീട്ടിൽ പോലും ആളില്ല.
എടാ വീട്ടിലാളില്ല, നിന്റെ പെണ്ണുമ്പിള്ള എന്തിയേ? എന്റെ പൊന്ന് വൈദ്യരെ, ഒരു കുന്നും പുറത്താണ് എന്റെ വീട്. ഞാനാണോ വെച്ചേ? അല്ല, പഞ്ചായത്ത് തന്നതാ. നേരം വെളുക്കുമ്പോണ്ടല്ലോ ഇവളിൽ വെള്ളം ഒലിച്ചു പോകുന്നുണ്ട്, താഴോട്ട് ഒറ്റ പോക്ക. പെണ്ണുമ്പിള്ളയുടെ പേരെന്തുവാ? ഗംഗ. പിന്നെ അത് കുന്നിന്റെ പുറത്ത് നിൽക്കുവോ? വല്ല തങ്കമേന്ന് വല്ല വിട്ടായിരുന്നെങ്കിൽ അവൾ എവിടെയാലും തങ്ങി നിന്നേനെ. പിന്നല്ലയോ, അവളെ അച്ഛനിട്ട പേര് മാറ്റി അവള് സമ്മതിക്കുവോ? അതില്ല. അത് മാത്രമല്ല, ഗ്യാസ് മാറ്റാൻ എന്തോ ചെയ്യണം? ഗ്യാസ് മാറ്റണമെങ്കിൽ എവിടെ വീടെന്നാ പറഞ്ഞേ? കണ്ടംപേരൂർ. അപ്പൊ തൊട്ടടുത്തുള്ള ഗ്യാസ് ഏജൻസി ആ ബുക്ക് അവിടെ കൊടുക്കണം. അപ്പൊ അവരെ ഈ കുറ്റി സഹിതം അങ്ങോട്ട് മാറ്റി തരും. അതിന്റെ കാര്യമാണോ ഞാൻ പറഞ്ഞത്? അന്ന് അടുപ്പില്ല പ്രശ്നമാ. ഓ, അതാണ് ഈ അടുപ്പാണ് എന്റെ വയറ്റിനകത്ത് ഇരിക്കുന്നത്. നിങ്ങളുടെ തലവേദനയും വയറുവേദനയൊക്കെ മാറും മരുന്ന് പറഞ്ഞതാ. ഇല്ല, ഞാൻ ഒരു മരുന്ന് ഞാൻ പറയാം. എടാ കിട്ടൂലേ, ആമയുടെ തോടുണ്ടോ? എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ഇവിടെ ഒരു തോടുണ്ട്. അത് ആമയുടെയാണോ പഞ്ചായത്തിന്റെ ആണോ അറിയത്തില്ല. രണ്ട് സൈഡും കെട്ടിക്കൊണ്ടിരിക്കുക. എന്തോ വൈദ്യരെ നല്ല പാർട്ടിയാണ്. എടാ നിനക്കറിയോ ആമത്തോടുണ്ടോ? ഈ ഓട്ട മത്സരത്തിൽ ജയിച്ച ആമയാണോ? എടാ നിങ്ങൾ രണ്ടും ഒരു വീട്ടിൽ നിന്നാണ് ഈ വരുന്നത്. എന്തോ വൈദ്യരെ അങ്ങനെ ഒരു മുള്ളുമ്മനെ? എടാ അതുപോലത്തെ ഒരു സംഭവങ്ങളാണ് ഇവിടെ ഇപ്പൊ നടക്കുന്നത്. ഞാൻ അതുകൊണ്ട് ചോദിച്ചതാ. എടാ ഈ ആമത്തോടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിനകത്തോട് നമ്മള് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ഒഴിക്കണം. അരവേലയാ അത് വൈദ്യരുടെ വേലയിൽ അല്ല, 4 വേലയാ ഒഴിക്കുന്നേ. അതിനകത്തോട് നമ്മള് കൽക്കണ്ടം ഇല്ലയോ, അത് മുക്കിയിട്ട് വയറ്റ് തേച്ച് ഇവന്റെ അസുഖം അങ്ങ് മാറും. എടാ ഒരു കാര്യം ചെയ്. അങ്ങനെ ഉണ്ട് ഇപ്പൊ അസുഖം വേല. അങ്ങനെ ഉണ്ടോ? ഞാൻ പറഞ്ഞ മരുന്ന് ചെയ്യാവോ? മരുന്നോ? അത് ചെയ്യുവോ? ചെയ്യാം. അമത്തോടുണ്ടോ? അമത്തോടില്ല. കിട്ടണി മറ്റേ വിളിക്കുന്ന മെച്ചാട് കൊടുത്താലോ നമ്മുടെ? അത് കൊടുക്കണോ? കൊടുക്കാടാ. ഇങ്ങോട്ട് ഞാനല്ലേ പറഞ്ഞു. സജിയേ, നീ ഒരു കാര്യം ചെയ്. എന്നാ ഈ മരുന്ന് ഇതല്പം ഒന്ന് സേവിച്ചേ. അസുഖത്തെ എല്ലാം ഒരു മാറ്റം വരും. കൊടുത്തിട്ടുണ്ട്. അറിയത്തില്ല. കാല് മാത്രം വേദന എടുക്കും കേട്ടോ. അപ്പൊ അത് ഇറങ്ങി പോവാ. ആണോ? എന്റെ വയറങ്ങ് ഉരുണ്ട് കയറുന്നു സത്യം പറഞ്ഞ. അപ്പൊ ഗ്യാസും പോയി തുടങ്ങി. തല കറങ്ങുന്നേ. എടാ ഒരു ഭൂമി കറങ്ങും, ആർക്കും ഒരു കുഴപ്പമില്ല. നിന്റെ ഒരു തല കറങ്ങുന്നാണോ പ്രശ്നം? ആണോ? വൈദ്യരെ, എന്റെ തലവേദന പോയോ? എന്തത് പോയോ? ഉറപ്പാണോ? ഉറപ്പായിട്ടും പോയി. ആ മരുന്ന് എടുത്തേ. അത് ചറിലിന്റെ അല്ലായിരുന്നു. പിന്നെ ഇത് തലവേദനയായിരുന്നു. ഇതിനകത്ത് പേപ്പറിൽ എഴുതി ഒട്ടിച്ചു വെക്കണം കേട്ടോ. എത്ര നാളായി തപ്പുവാ. ഈ മരുന്നും കണ്ടുപിടിച്ചു വൈദ്യര്. ഒപ്പിച്ചാൽ സെറ്റായല്ലോ. സെറ്റായി എല്ലാം റെഡി ആയല്ലോ. ഇതെന്തോ തല അങ്ങ് പൊളക്കുന്നില്ല. ആശുപത്രി ഒന്ന് പോകണം തോന്നുന്നു. ഭയങ്കര തലവേദന. എനിക്കെന്നാ മരുന്നെടുത്താൻ കഴിച്ചാ പോരെ? അതറിയത്തില്ലയോ? വൈദ്യര് ഇവിടുത്തെ മരുന്ന് വൈദ്യര് കഴിക്കത്തില്ല. അതെന്താ? എനിക്ക് ചാകാൻ വയ്യടാ വൈദ്യരെ.